ശ്രീ രാജു പി നായർ, ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ വന്ന വിവരങ്ങൾ അനുസരിച്ച് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സുരക്ഷാ വീഴ്ച സംഭവിച്ചത് എന്ന കാര്യത്തിൽ അതിന് നിങ്ങൾക്ക് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്നൊരു ന്യായം പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയുമോ? ഒന്ന്. രണ്ടാമത്, സമരമുഖത്ത് CPM-ന് ഒരു പുനർജീവൻ നൽകുന്നതായി ഇന്നത്തെ സംഭവങ്ങൾ എന്ന് വിലയിരുത്തിയാൽ താങ്കൾ അതിനെ നിഷേധിക്കുമോ ശ്രീ രാജു പി നായർ? മൂന്നാമത്തെ കാര്യം, ഈ നേരത്തെ ശ്രീ MP ജയരാജൻ പറഞ്ഞു ഇതിനകത്തൊരു പൊളിറ്റിക്കൽ വെണ്ടേറ്റ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങളായിരുന്നു അദ്ദേഹം നേരത്തെ വിശദീകരിച്ചത്, അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ, അതിനുള്ള മറുപടി കൂടി. അല്ല, ആദ്യത്തെ ചോദ്യത്തിന് അതിനുള്ള റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ കൊടുക്കും. ഇവിടെ തന്നെ BJP പ്രതിനിധി ഉൾപ്പെടെ പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാരിനെ അറിയിച്ചുകൊണ്ടല്ല വന്നത്, അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കും. രണ്ടാമത്തെ അങ്ങ് ചോദിച്ചത് എന്താ പറഞ്ഞ ഈ ശ്രീ ജയരാജൻ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിനോട് പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞത് അല്ല അങ്ങ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയട്ടെ. കാരണം അദ്ദേഹം ഒരു കാര്യമുണ്ട്, ഞാൻ പറയട്ടെ. അല്ല, ശ്രീ MP ജയരാജൻ ഞാൻ പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഇന്ന് ED കഴിഞ്ഞതിന് ശേഷം നടത്തിയ മിനിറ്റ് സമയമുള്ള ഒരു മറുപടി, അദ്ദേഹം എങ്ങനെയാണോ നരേന്ദ്രമോദിയെ അമിത്ഷായും കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിച്ചത്, അതേ വൈദഗ്ധ്യത്തോടു കൂടിയാണ് ശ്രീ ജയരാജൻ ഇന്ന് ഈ ചർച്ചയിൽ അത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ കുറ്റപ്പെടുന്നത്. ഇന്ന് ED റെയ്ഡ് നടത്തിയതിനു ശേഷം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ ഒരു അക്ഷരം മിണ്ടാതിരുന്ന മറ്റൊരു CPM നേതാവ് ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട് ഇന്നത്തെ ഈ ചർച്ചയിൽ. പകരം അദ്ദേഹം രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയാണ് ആക്രമിക്കുന്നത്. പിന്നെ ഈ പറയുന്നതാണ്, എന്താണ്, പിണറായി വിജയൻ മംഗലാപുരത്ത് പോയി പ്രസംഗിച്ചു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ സിദ്ധരാമയ്യാണ് പറഞ്ഞത്, ഭോപ്പാലിൽ നിന്നും ഡൽഹിയിൽ നിന്നും രാത്രിക്ക് രാത്രി വിമാനം കയറി ഓടി ഒളിച്ചപ്പോൾ സിദ്ധരാമയ്യ പറഞ്ഞു, നിങ്ങൾ RSSനെതിരെ സംസാരിക്കുമെങ്കിൽ ഞാൻ സംരക്ഷണം തരാം. അങ്ങനെയാണ് മംഗലാപുരത്ത് പോയി അദ്ദേഹം പ്രസംഗിക്കുന്നത്. ആയിരക്കണക്കിന് സിദ്ധരാമയ്യ കൊടുത്ത പോലീസിന്റെ ചുറ്റും നിന്നുകൊണ്ട് മറ്റേ വടിവാളിന്റെ ഇടയിൽ കൂടി നടന്നു വന്നാണെന്നൊക്കെ പറഞ്ഞ വിഖ്യാതമായ പ്രസംഗമുണ്ടല്ലോ, അത് അങ്ങനെയാണ് നടത്തിയത്. പിന്നെ ഏതോ ഒരു ഉച്ചക്കിറുക്കിൽ ഏതോ ഒരാൾ അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞു എന്നാണ്. ആ ഉച്ചക്കിറുക്ക് നടത്തിയ ഒരാൾ മധ്യപ്രദേശിലുള്ള ആളാണ്. അയാളെ BJP പുറത്താക്കി, വേണം ജിതിന്ദാവിന് കൺഫേം ചെയ്യാം, അയാളെ BJP പുറത്താക്കി. എന്നിട്ട് അതിനുശേഷം മധ്യപ്രദേശ് പോലീസ് അയാൾക്കെതിരെ കേസെടുത്തു. ആ കേസ് എന്തായെന്ന് ഇതുവരെ അറിയാൻ പാടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വില പറഞ്ഞിട്ട് കേരളത്തിലെ പോലീസിനൊരു കേസ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള വെറുതെ ഇങ്ങനെ വന്നിട്ട് ചർച്ചയ്ക്ക് വന്നിട്ട് തള്ളാൻ വേണ്ടി പറയുന്ന സാധനമാണ്. ഏതോ ഒരു ഉച്ചക്കിറുക്കൻ പറഞ്ഞതിന് BJP പോലും പുറത്തായിക്കളി. ദയവ് നിങ്ങളിങ്ങനെ അഭാസരാവല്ലേ ഇനിയും പറഞ്ഞോളൂ. പിന്നെ അങ്ങ് ചോദിച്ച രണ്ടാമത് അങ്ങനെ ചോദിച്ച ചോദ്യം, ഇതേതാണ്ട് വലിയ സമരമുഖത്തേക്ക് വന്ന് വലിയ സംഭവം ഉണ്ടായിരുന്നു. ശ്രീ ഗോപികൃഷ്ണൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ അവസാനം പൊതുജനങ്ങളുടെ വികാരം എന്താണെന്നുള്ളത് കാണിച്ചു. ഞാനത് കണ്ടുകൊണ്ടാണ് ചർച്ചയിലേക്ക് കയറുന്നത്. അതിനകത്ത് ജനങ്ങൾ മുഴുവൻ പറഞ്ഞത് ഇത് എന്ത് തോന്നിയാസം ഈ കാണിക്കുന്നതെന്നാണ്. അന്വേഷണം നടക്കെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നല്ല ചോദിക്കുന്നത്, ജനങ്ങളുടെ വികാരം അതാണ്. ഇന്ന് കാണിച്ച സംഭവം ഉൾപ്പെടെ 10 ദിവസം പോലും അധികാരത്തിലില്ലാത്തൊരു ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലിരിക്കുമ്പോൾ കാണിക്കുന്ന നെറികേട് മുഴുവൻ ഇവരെ തീർക്കാൻ പോകുന്നതാണ്. ഈ ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും ആ പാർട്ടിയെയും പിണറായി വിജയനെയും തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, പിണറായി വിജയൻ പ്രതിയല്ലാത്തൊരു കേസിൽ, ശശിധരൻ കർത്താവ് 1-ാം നമ്പർ പ്രതിയായിട്ടുള്ള കേസിൽ 12-ാം പ്രതിയായിട്ടുള്ള വീണ വിജയനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിൽ എങ്ങനെയാണ് CPM അത് പിണറായി വിജയനെ ആക്കി മാറ്റുക? അദ്ദേഹം ചോദിച്ചാൽ എങ്ങനെയാണ് വീണ വിജയൻ്റെ വീട്ടിൽ പോയാൽ പോലെ? ശ്രീ ജയരാജൻ അങ്ങ് മറുപടി പറയണം. സെപ്റ്റംബർ 3, 2016 നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് K. ബാബു എന്ന് പറയുന്ന അന്നത്തെ അതിനു മുമ്പുണ്ടായ എക്സൈസ് മിനിസ്റ്ററുടെ എതിരെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് കേസ് ഉണ്ടായിരുന്നു. കേരളത്തിലെ വിജിലൻസ് അദ്ദേഹത്തിന്റെ 2 പെൺമക്കളുടെ പാലാരിവട്ടത്തെയും തൊടുപുഴയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തി. ഒന്ന് ജയരാജൻ പറ, എന്തുകൊണ്ടാണ് അങ്ങനെ നടത്തിയത്? K. ബാബുവിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടി നടത്തിയ റെയ്ഡല്ലേ അദ്ദേഹത്തിന്റെ പെൺമക്കളുടെ വീട്ടിൽ? അപ്പൊ മകളായ ഈ കേസിലെ പ്രതിയായിട്ടുള്ള വീണ വിജയൻ താമസിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒപ്പം ഔദ്യോഗിക കാറിൽ നടന്നിരുന്ന ആളല്ലേ വീണ വിജയൻ? ക്ലിഫ് ഹൗസിൽ താമസിച്ചിരുന്ന ആളല്ലേ വീണ വിജയൻ? AKG സെന്ററിന്റെ അഡ്രസ് ഉപയോഗിച്ച് കള്ളക്കമ്പനി ഉണ്ടാക്കിയ ആളല്ലേ വീണ വിജയൻ? മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ഭർത്താവായിരുന്നില്ലേ? ആ വീടുകളിൽ താമസിക്കുന്ന വീണ വിജയൻ രേഖകൾ ഒളിപ്പിക്കാൻ സാധ്യതയുള്ളിടത്ത് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങളെ സംബന്ധിച്ചുള്ള EDക്കെതിരെ ഞങ്ങളുടെ നിലപാടുണ്ട്, ഒരു സംശയവും വേണ്ട. രാഷ്ട്രീയ ഉപകരണമാണ്, ആ രാഷ്ട്രീയ ഉപകരണം പലതരത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.